Assalamu alaikum. Good morning, children. This is the third class of Maths for you. I hope all of you studied all the things that we studied in the last week. Okay, let's revise what we studied in the last two classes. This is the third class. Before this class, we studied. Let's revise what we studied in the previous two classes. First, we studied successor and predecessor, then ascending order and descending order, then place value and face value. What do you mean by successor? The number which comes just after a certain number is called successor. അല്ലേ, ഒരു certain നമ്പറിൻ്റെ തൊട്ട് ശേഷം വരുന്ന നമ്പറിനെയാണ് സക്സസർ എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് സക്സസർ കിട്ടുന്നത്? ആ തന്നിരിക്കുന്ന നമ്പറിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സക്സസർ കിട്ടും. ദെൻ what is predecessor? Predecessor is the number which comes just before a certain number. ഒരു certain നമ്പറിൻ്റെ ജസ്റ്റ് മുന്നിൽ വരുന്ന നമ്പറിനെയാണ് predecessor എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് predecessor ഫൈൻഡ് ചെയ്യുന്നത്? എങ്ങനെയാ? നമുക്ക് തന്നിരിക്കുന്ന certain നമ്പറിൽ നിന്നും 1 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? predecessor കിട്ടും. അപ്പോൾ നമ്മൾ സക്സസർ എന്തുവാന്ന് and predecessor എന്തുവാന്നും പഠിച്ചിരുന്നു. നെക്സ്റ്റ് വി സ്റ്റഡീഡ് അസെൻഡിങ് ഓർഡർ ആൻഡ് ഡിസെൻഡിങ് ഓർഡർ. എന്താണ് അസെൻഡിങ് ഓർഡർ? ദ നമ്പേഴ്സ് ദാറ്റ് വി റിട്ടേൺ ഫ്രം സ്മോളസ്റ്റ് ടു ഗ്രേറ്റസ്റ്റ്, അല്ലേ, ചെറുതിൽ നിന്നും വലുതിലോട്ട് എഴുതുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? അസെൻഡിങ് ഓർഡർ. ആൻഡ് വാട്ട് ഈസ് ഡിസെൻഡിങ് ഓർഡർ? ദ നമ്പേഴ്സ് ദാറ്റ് വി ഹാഡ് റിട്ടേൺ ഫ്രം ഗ്രേറ്റസ്റ്റ് ടു സ്മോളസ്റ്റ്, ഗ്രേറ്റസ്റ്റിൽ നിന്നും സ്മോളസ്റ്റിലോട്ട് എഴുതുന്നതിനാണ് ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. സോ that topic also we finished. Then place value and face value. In the last class we studied place value and face value. എന്താണ് place value? എന്താണ് face value? Place value means the place value of a digit changes according to their place it occupies. ഒരു നമ്പർ, ആ തന്നിരിക്കുന്ന നമ്പർ ഏത് പ്ലേസിലാണോ ഒക്കുപ്പൈ ചെയ്യുന്ന ആ പ്ലേസിനനുസരിച്ചിരിക്കും അതിൻ്റെ പ്ലേസ് വാല്യൂ. അത് വൺസിലാണോ, അത് ടെൻസിലാണോ, അത് ഹൺഡ്രഡ്സിലാണോ, അത് തൗസൻഡ്സിലാണോ, അതിനെ ബേസ് ചെയ്തിരിക്കും അതിൻ്റെ പ്ലേസ് വാല്യൂ. ദെൻ വട്ട് യു മീൻ ബൈ ഫേസ് വാല്യൂ? ഫേസ് വാല്യൂ ഓഫ് എ നമ്പർ ഈസ് ദ നമ്പർ ഇറ്റ് സെൽഫ്. ആ ഏത് നമ്പറാണോ, ഏത് ഡിജിറ്റാണോ ആ ഡിജിറ്റ് തന്നെയാണ് അതിൻ്റെ ഫേസ് വാല്യൂ. So these are the things we studied in the last two classes. Then we already done some exercises also. Till place value we done the exercises. Today we are going to do the exercises based on face value. Exercise number 2, write the face value of the following. So look at the board. Write the face value of the following. In the last class we studied write the place value of the following. അല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ പ്ലേസ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സസൈസ് നമ്മൾ ചെയ്തായിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഫേസ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്. എന്താണ് ഫേസ് വാല്യൂ എന്ന് മിസ് പറഞ്ഞായിരുന്നു? ദ ഫേസ് വാല്യൂ ഈസ് ദ നമ്പർ ഇറ്റ് സെൽഫ്. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 7892 എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് 9 ആണ്. സോ വി വോണ്ട് ടു റൈറ്റ് ദ ഫേസ് വാല്യൂ ഓഫ് 9. എന്താണ് ഫേസ് വാല്യൂ ഓഫ് 9? ഏത് പ്ലേസിൽ വന്നാലും ഫേസ് വാല്യൂ ആ സെയിം നമ്പർ തന്നെ ആയിരിക്കാം. സോ ദ ഫേസ് വാല്യൂ ഓഫ് 9 ഈസ് 9 itself. Then the second question, 4758. What is the face value of 4 in this question? 4 itself. And 7429. What is the face value of 4 in this here? The 4 is placed in 100th term, not change in face value. So 4 itself. Then this question 7 itself. So face value is the
digit itself. Then we are moving to next topic. Our next topic in this chapter is comparison of numbers. Comparison of numbers. What do you mean by comparison of numbers? Did you heard that before? കമ്പാരിസൺ ഓഫ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്തുവാ നേരത്തെ പഠിച്ചിട്ടുണ്ടോ? രണ്ട് നമ്പർ കമ്പയർ ചെയ്യുന്നതിനാണ് കമ്പാരിസൺ എന്ന് പറയുന്നത്. ഇനി കമ്പയർ ചെയ്യാൻ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? നമ്മളിവിടെ കമ്പയർ ചെയ്യാൻ 3 സിമ്പിൾസ് യൂസ് ചെയ്യും. ദ ഫസ്റ്റ് സിമ്പിൾ ഈസ് ഗ്രേറ്റർ ദാൻ സിമ്പിൾ, ദ സെക്കൻഡ് സിമ്പിൾ ഈസ് ലെസ് ദാൻ സിമ്പിൾ, ആൻഡ് ദ തേർഡ് സിമ്പിൾ ഈസ് ഈക്വൽ ടു. Okay, these were the 3 symbols we are using to compare two numbers. എന്താണ്? First symbol is greater than. Second symbol is less than. And the third symbol is equal to. These were the 3 symbols that we using for comparing two numbers. Ini, there is some rules for comparing two numbers. രണ്ട് റൂൾസ് ഉണ്ട്. നമുക്ക് രണ്ട് നമ്പർ കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ 2 റൂൾസ് ഉണ്ട്. റൂൾസ് ഫോർ കമ്പാരിസൺ. റൂൾ 1. റൂൾ 1 എന്തോന്ന് വെച്ചാൽ the numbers that having more digits is greater than the numbers having with less digits. അതായത് for example, I will show one example. 965 is less than 965 and 4856. ഇതിൽ ഏത് നമ്പറാണ് വലുത് അല്ലെങ്കിൽ ഏത് നമ്പറാണ് ചെറുത് എന്നൊക്കെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? How will you find which number is greater? എങ്ങനെ കണ്ടുപിടിക്കും? അതിനു മുന്നേ ആയിട്ട് ലെറ്റ്സ് ടെൽ വൺ തിങ്. ഈ 3 സിമ്പിളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇത് ഗ്രേറ്റർ ദാൻ സിമ്പിൾ, ഇത് ലെസ് ദാൻ സിമ്പിൾ, ഇത് ഈക്വൽ ടു സിമ്പിൾ അല്ലേ? ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഗ്രേറ്റർ നമ്പറിൻ്റെ അടുത്തോട്ട് ഇത് എങ്ങനെ ഇരിക്കും? നമ്മൾ എങ്ങനെ എപ്പോഴും ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്ന സൈഡ് ലെസ് ദാനിലോട്ടിരിക്കണം. ഈ ഓപ്പൺ സൈഡ് എപ്പോഴും ഗ്രേറ്റർ ദാൻ വിച്ച് നമ്പർ ഈസ് ഗ്രേറ്റർ ആ നമ്പറിലേക്ക് വേണം ഇതിങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കാൻ. ലെസ് ദാൻ ഒരു നമ്പറിനെ കാട്ടി ചെറുതാണെങ്കിൽ ആ സൈഡ് എങ്ങോട്ടിരിക്കണം? ഈ ക്ലോസ്ഡ് സൈഡ് വേണം ആ നമ്പറിനെ ഫേസ് ചെയ്തിരിക്കാൻ. ദെൻ ഈക്വൽ ടു മീൻസ് ഒരു 2 നമ്പേഴ്സ് അപ്പുറവും ഇപ്പുറവും ഉള്ള 2 നമ്പേഴ്സ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഇപ്പം 1 + 2 എന്ന് പറയുന്നത് എന്തുവാണ്? 3 ആണല്ലേ? ഇവിടെ 1 + 2 കൂട്ടിയാലും 3 ആണ്, ഇതും 3 ആണ്. സോ ഇതിൻ്റെ ഇടയ്ക്ക് ഏത് സിമ്പിൾ വരും? ഈക്വൽ ടു സിമ്പിൾ വരും. അതുപോലെ ഈ 2 ഗ്രേറ്റർ ദാനും ലെസ് ദാനും. ഇവിടെ റൂൾ 1 പറയുന്നത് the numbers having more digits is always greater than the numbers with less digits. ഒരു
കൂടുതൽ ഡിജിറ്റ്സ് ഉള്ള നമ്പർ ആയിരിക്കും ചെറിയ കുറവ് ഡിജിറ്റ്സ് ഉള്ളതിനെക്കാട്ടിലും ഗ്രേറ്റർ ദൻ ആണ് പറയുന്നത്. ഇവിടെ രണ്ട് നമ്പറും ചെക്ക് ചെയ്ത് ഏതിനാണ് മോർ ഡിജിറ്റ്സ് ഉള്ളത്. ഇവിടെ വൺസ്, ടെൻസ്, 100 വരെ ഇവിടെ ഉള്ളൂ. ലുക്ക് അറ്റ് ദിസ് നമ്പർ, വൺസ്, ടെൻസ്, 100, 1000. 1 2 3 ഇവിടെ 3 ഡിജിറ്റ് നമ്പർ ആണ്. ഹിയർ 1 2 3 4 ഡിജിറ്റ്സ് ഉണ്ട്. സോ വിച്ച് വൺ ഈസ് ഗ്രേറ്റർ? ദിസ് നമ്പർ ഈസ് ഗ്രേറ്റർ അല്ലേ? ആ നമ്പറിൻ്റെ അടുത്തോട്ട് ഈ സിമ്പിൾ എന്തായിരിക്കണം? ഓപ്പൺ ആയിട്ടിരിക്കണം അല്ലേ? മനസ്സിലാക്കാൻ വേണ്ടി നമ്മളിങ്ങനെ വാ തുറന്നിരിക്കുന്ന സൈഡ് എന്നൊക്കെ പറയും. ഓപ്പൺ ആയിട്ടിരിക്കുന്നതാണ് ഗ്രേറ്റർ നമ്പർ, ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്ന ആ സൈഡാണ് ലെസർ നമ്പറിൻ്റെ ഫേസ് ചെയ്തിരിക്കുന്നത്. ദിസ് ഈസ് ദ റൂൾ 1. എന്താണ് റൂൾ 1? ദ നമ്പേഴ്സ് ഹാവിങ് മോർ ഡിജിറ്റ്സ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ദ നമ്പേഴ്സ് വിത്ത് ലെസ് ഡിജിറ്റ്സ്. So this is the first rule. Then we are moving to the second rule. Rule 2. എന്താണ് rule 2? If the two given numbers have the same number of digits, then we start comparing from the extreme left, and if the അത് ഞാൻ പറയാം. രണ്ട് നമ്പേഴ്സ്, ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് നമ്പർ look at these numbers. First two, in between these two numbers you have to check how many digits these two numbers have. Here 1 2 3 4 digits. Here 1 2 3 4 digits. Okay, then we want to check രണ്ടിനും ഈ ഫസ്റ്റ് റൂളിൽ പറഞ്ഞത് ഡിജിറ്റ്സ് ഏതിനാണോ കുറവ് അതാണ് ചെറിയ നമ്പർ, അല്ലെങ്കിൽ ഡിജിറ്റ്സ് ഏതിനാണോ കൂടുതൽ അതാണ് വലിയ നമ്പർ. ഇങ്ങോട്ട് രണ്ടാമത്തെ റൂളിലോട്ട് വരുമ്പോൾ രണ്ടിനും 3 ക്വസ്റ്റ്യനകത്തും രണ്ടിനും എന്താണ്? സെയിം നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആണ്. 4 ഡിജിറ്റ്സ് ഉണ്ടല്ലേ? സോ ഫസ്റ്റ് വി വോണ്ട് ടു ചെക്ക് ഏറ്റവും ലെഫ്റ്റിൽ, എക്സ്ട്രീം ലെഫ്റ്റിൽ കിടക്കുന്ന ഡിജിറ്റ് രണ്ടും സെയിം ആണോ അല്ലയോ എന്ന് നോക്കണം. ആദ്യം എക്സ്ട്രീം ലെഫ്റ്റിൽ കിടക്കുന്ന നമ്പേഴ്സ് ഡിഫറെൻ്റ് ആണെങ്കിൽ, ഇവിടെ ഒരു 4ഉം ഇവിടെ ഒരു 2 ഒക്കെ ആണെങ്കിൽ 4 ആയിരിക്കും വലുത്. ഇനി ഈ രണ്ട് നമ്പേഴ്സും സെയിം ആണെങ്കിൽ നമ്മൾ അടുത്ത 100th ടേമിലോട്ട് പോകുന്ന നമ്പർ നോക്കണം. 100th ടേമിലോട്ട് വരുമ്പോഴത്തേക്കും ഹിയർ എക്സ്ട്രീം ലെഫ്റ്റിൽ കിടക്കുന്ന ഫസ്റ്റ് ഡിജിറ്റ്സ് സെയിം ആണ്, 7ഉം 7. അപ്പോൾ അത് വെച്ചിട്ട് രണ്ടും സെയിം ആകുമ്പോൾ നമുക്ക് അത് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ദെൻ മൂവിങ് ടു ദ 100th ടേം നോക്കിക്കേ, ഇവിടെ 2 ആണ്, ഇവിടെ 4 ആണ്. 100th ടേമിൽ വലിയ നമ്പർ ഏതാണോ ആ നമ്പർ ആയിരിക്കും, വലിയ ഡിജിറ്റ് ഏതാണോ ആ നമ്പർ ആയിരിക്കും വലിയ നമ്പർ. ഇവിടെ നോക്കേ 7 രണ്ടും സെയിം ആണ്, നമുക്ക് അത് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് മൂവിങ് ടു ദ 100th പ്ലേസ്, ഹിയർ ഇറ്റ് ഈസ് 2 ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 4. വി നോ ദാറ്റ് 4 ഈസ് ഗ്രേറ്റർ ദാൻ 2, സോ ദിസ് നമ്പർ ഈസ് ഗ്രേറ്റർ. ഓക്കെ, അപ്പം നമുക്ക് ആ നമ്പർ ഗ്രേറ്റർ ആണെന്ന് പറയാം. ദെൻ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് എക്സാമ്പിൾ. ഹിയർ first two numbers having same digit, that is 4 digit, and first digit were same 4 and the second digits also 100th place, that numbers also same 8 അല്ലേ? ആദ്യത്തെ ഈ നമ്പറിലെ ആദ്യത്തെ 2 ഡിജിറ്റും ഈ നമ്പറിലെ ആദ്യത്തെ 2 ഡിജിറ്റും എന്താണ്? സെയിം ആണ്. അപ്പം നമുക്ക് അത് വെച്ചൊരു കമ്പയർ ചെയ്തൊരു കൺക്ലൂഷനിൽ എത്താൻ പറ്റത്തില്ല. സോ വി ആർ മൂവിങ് ടു ദ 10th പ്ലേസ്. 10th പ്ലേസിലോട്ട് വരണം. ആ നമ്പർ എങ്ങനെയൊക്കെയാണെന്ന് നോക്കണം. ഇവിടെ ഇത് 7 ആണ്, ഇവിടെ 5 ആണ്. അപ്പം നമുക്കറിയാം 7ലും 5ലും ഏതാണ് വലിയ നമ്പർ? 7 ആണ് വലിയ നമ്പർ. അപ്പം ഈ 10th പ്ലേസിൽ കിടക്കുന്ന വലിയ നമ്പർ ഏതാണോ that number is greater. Okay, then moving to the next one. Look here, first digits were same. അപ്പോൾ നമുക്ക് അതിനെ അത് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. Moving to the 100th place, that was also same
Then we want to move to the tens place. That was also same, that is 7. Then we want to move to the next place. Ones place il ponam. Ones place il പോകുമ്പോഴത്തേക്ക് ഇവിടെ 8. Here it is 4. We know that which one is greater among 8 and 4. 8 is greater. So this number is greater than that number. ഇങ്ങനെയാണ് നമ്മൾ രണ്ട് നമ്പേഴ്സ് കമ്പയർ ചെയ്യുന്നത്. സോ കമ്പയർ ചെയ്യാൻ നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്? Compare, we are using three symbols for comparing numbers. First, that is greater than symbol, less than symbol, and equal to symbol. And the symbol, there are two rules for comparing two numbers. Rules for comparison. എന്തൊക്കെയാണ്? First rule is the numbers having more digits is always greater than the numbers having numbers with less digits. Okay. Then moving to the next one. Next rule, there is three rules for in the second rule. എന്താണ് three rules? രണ്ടും സെയിം നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് വേണം? അതിൻ്റെ എക്സ്ട്രീം ലെഫ്റ്റിൽ വരുന്ന ഡിജിറ്റ് മുതൽ അങ്ങോട്ട് ചെക്ക് ചെയ്ത് നോക്കണം. ആദ്യത്തെ രണ്ട് ഡിജിറ്റും സെയിം ആണെങ്കിൽ നമുക്ക് 100 രണ്ടാമത്തെ ടേമിലോട്ട് രണ്ടാമത്തെ ഡിജിറ്റിലോട്ട് പോകണം. അത് നോക്കി ആദ്യത്തേത് കമ്പയർ ചെയ്തു. ദെൻ ആദ്യത്തെ രണ്ട് ഡിജിറ്റും സെയിം ആണെങ്കിൽ നമ്മൾ ടെൻസ് പ്ലേസിലോട്ട് പോവും. ടെൻസ് പ്ലേസിൽ പോകുമ്പോൾ അവിടെ ഏത് നമ്പറാണോ ഗ്രേറ്റർ നമ്പർ, ദാറ്റ് നമ്പർ വി വോണ്ട് ടു മാർക്ക് ആസ് ഗ്രേറ്റർ. ഓക്കെ. ദെൻ മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ. ആദ്യത്തെ ത്രീ ടേംസും ത്രീ ഡിജിറ്റ്സും സെയിം ആണ് അല്ലേ? അപ്പം നമുക്ക് വി വോണ്ട് ടു മൂവ് ടു ദ വൺസ് പ്ലേസ്, ലാസ്റ്റ് പ്ലേസ്, ദാറ്റ് ഈസ് ഹിയർ ഇറ്റ് ഈസ് 8 and 4. അതിൽ കമ്പയർ ചെയ്യണം. ഏറ്റവും ഗ്രേറ്റർ നമ്പർ ഏതാണോ വരുന്നത് ആ നമ്പറാണ് ഗ്രേറ്റർ. This is the way we comparing two numbers. And so today we studied newly comparison of numbers. Then in the next class we will do the exercises based on comparison of number. Today's class is over. Assalamu alaikum.